Under the instructions, Kerala police will not do it on its own. Chief Minister's instruction. That is why I am telling them, I don't need any protection. And then the SFI will receive instruction from Chief Minister not to come near me because they know the consequences. Crowded areas to tell that I love these people and they love me. Come, I want to meet you. I want to meet you. Come here, come here, come here, come here, come here, sir. Come, my darling, come. Study very hard, very hard. You should work very hard. Eh? Yes. Education is very important. Okay? ഒരു പീസ് ഞാനോ ഒരു ചെറിയ പീസ് സ്മോൾ പീസ് നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഒരു വശത്ത് ഗവർണർക്കെതിരെ തുറന്ന പോരുമായി SFI, വെല്ലുവിളിക്ക് പുല്ലുവില കൽപ്പിച്ച് ഗവർണറും. SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ഗവർണർ അല്പസമയത്തിനകം കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാറിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ശക്തമായ പോലീസ് വലയത്തിലാണ് സർവകലാശാല ക്യാമ്പസും. ആരെയും ഭയമില്ലെന്നും എന്തും നേരിടാൻ തയ്യാറെന്നും വെല്ലുവിളിച്ചാണ് ഗവർണറുടെ നീക്കങ്ങൾ. പോലീസ് സംരക്ഷണം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയ ആരിഫ് മുഹമ്മദ് ഖാൻ മാനാഞ്ചിറ, മിഠായി തെരുവ് തുടങ്ങി തിരക്കേറിയ സ്ഥലങ്ങളിലെത്തി വിദ്യാർത്ഥികളുമായും പൊതുജനങ്ങളുമായും സംവദിച്ചു. ഇപ്പോൾ സീറ്റ് ഓഫീസിന്റെ ജംഗ്ഷൻ പിന്നിട്ട ശേഷം വിദ്യാർത്ഥികളെ കണ്ടയുടനെ അദ്ദേഹം ആ റോഡിലേക്ക് ഇറങ്ങി മാനാഞ്ചിറ മേഖലയിലാണ് ഉള്ളത്. എസ്പിയുടെ മേഖലയിൽ കുട്ടികൾക്കൊപ്പം പുലിക്കുട്ടിയെന്ന് തെളിയിച്ച് അടിപൊളി മനുഷ്യൻ കേരളത്തിന് വേണ്ട ഒരു ഗവർണർ ഇതാണ്. എങ്ങനെയോ ഉഷാർ തന്നെ ഒരു മഴ വെച്ച് ചോർന്ന മാതിരി സന്തോഷമായി. മുട്ടായിത്തുരുവിൽ വരുമ്പോ സന്തോഷമല്ലേ, ഗവർണറെ കാണാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യം തന്നെയല്ലേ. ഒരു സന്തോഷമായി. ഏതായാലും ഗവർണർ അവിടുന്ന് ഇങ്ങോട്ട് നടന്ന് ജനങ്ങളായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരാനല്ലോ. മൂപ്പര് വളരെ ഹാപ്പിയായി. ഇവിടുന്ന് മൂപ്പരെ കൈകൊണ്ട് ഹലുവ കട്ട് ചെയ്ത് കഴിച്ചു. ഓരോന്നിനും ഓരോ റീസൺ പറയണതും കക്ഷി നന്നായിട്ടാ പറയണത്. അതുകൊണ്ട് കക്ഷിനെ ഭയങ്കര ആരാധനയാണ്. ഭയങ്കര സർപ്രൈസ് കിട്ടി സാർ. ഒന്നും ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഗവർണർ ഒരു പദവി ഇരിക്കുന്ന ഒരാള് മുട്ടായിത്തെരുവ് സന്ദർശിക്കുന്ന ആദ്യമായിട്ടാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറും S വിനേഷ് കുമാറും ചേരുന്നുണ്ട്. ആദ്യം അനീഷിലേക്കാണ്. അനീഷ്, നമ്മൾ കേരളം ഇതുവരെയും കാണാത്ത കാഴ്ചകൾക്കാണ് കോഴിക്കോട്ടെ മിഠായി തെരുവൊക്കെ സാക്ഷിയായത്. കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, കൊച്ചുകുട്ടികളുമായൊക്കെ സംവദിക്കുന്ന ഒരു കാഴ്ചകൾ, മിഠായി തെരുവിൽ പോയി ഹൽവ കഴിക്കുന്നു. അതായത് SFIയുടെ വെല്ലുവിളിക്ക് അതേ രീതിയിൽ തന്നെ മറുപടി നൽകുകയാണ്. പോലീസിന്റെ സുരക്ഷ വേണ്ട, ഏത് രീതിയിൽ പ്രതിഷേധിച്ചാലും താൻ അതിനെ നേരിടാൻ തയ്യാറെന്ന് പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു ഗവർണർ. അദ്ദേഹത്തിന്റെ സർവകലാശാലയിലെ പൊതുചടങ്ങ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. 3:30 ശേഷമാണ് സർവകലാശാലയിലെ സെമിനാർ നടക്കുന്നത്. വലിയ പ്രതിഷേധം തീർക്കാൻ ഒരുങ്ങുകയാണ് SFIയും. ഇപ്പോൾ അദ്ദേഹം അവിടെ എത്തിയെന്നാണ്, സർവകലാശാല ക്യാമ്പസിനുള്ളിൽ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇന്ന് ഇതുവരെയും ഈ SFIയും ഗവർണറും തമ്മിലുള്ള ഈ തുറന്ന പോരിന്റെ ഒരു
ഒരു സമഗ്ര ചിത്രം എങ്ങനെയായിരുന്നു അനീഷ്? ടോം, നമ്മൾ ചിലപ്പോൾ ഈ സൂപ്പർ താരങ്ങൾ ഒന്നിച്ചണിനിരക്കുന്ന ചില ചിത്രങ്ങൾ കാണാറുണ്ട്. ഈ 2020 പോലെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന ചില സിനിമകളുണ്ട്. അതിൽ ഇവർ കട്ടയ്ക്ക് നിന്ന ശേഷം ഒരാൾ ഒരു ഗോൾ അടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത മൂമെന്റിൽ അടുത്ത താരമാവും ഗോൾ അടിച്ച് മുന്നോട്ട് കയറുക എന്ന് പറയുന്നത് പോലെയാണ്. ഗവർണർക്കെതിരായി ആദ്യം SFI പരസ്യമായ വെല്ലുവിളി നടത്തുന്നു. കേരളത്തിലെ ക്യാമ്പസുകളിൽ കാലുകുത്താൻ ഗവർണറെ അനുവദിക്കില്ല എന്ന് SFI പറയുന്നു. അപ്പോൾ തന്നെ ഗവർണർ തീരുമാനിക്കുന്നു SFIക്ക് ഏറ്റവും അപ്രമാദിത്വമുള്ള മൃഗീയ ഭൂരിപക്ഷമുള്ള കാലിക്കറ്റ് സർവകലാശാലയിലെ ക്യാമ്പസിൽ തന്നെ താൻ താമസിച്ച് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കും. അതിനായി ആദ്യം ഒരു സ്വകാര്യ ചടങ്ങിലും പിന്നീട് വളരെ പെട്ടെന്ന് ക്രമീകരിച്ച ഒരു സെമിനാറിലും പങ്കെടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. വെല്ലുവിളിച്ച അതേ ക്യാമ്പസിൽ അദ്ദേഹം കിടന്നുറങ്ങാൻ തീരുമാനിക്കുന്നു. അവിടെ നിന്നും പരിപാടികളിലേക്ക് പോയി അവിടേക്ക് തന്നെ തിരിച്ചു വരുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ യാത്ര ക്രമീകരിക്കുന്നു. എന്നാൽ കരിങ്കൊടി പ്രതിഷേധവുമായാണ് SFI അടുത്ത ഗോൾ അടിച്ചത്. അവർ അദ്ദേഹത്തെ വരവേറ്റത് വിദ്യാർത്ഥികളുടെ വലിയ ബാഹുല്യമുള്ള പ്രതിഷേധവുമായാണ്. പോലീസുകാർ വിദ്യാർത്ഥികളെ അവിടെ നിന്നും നീക്കം ചെയ്യാൻ പോലും ഏതാണ്ട് 1.5 മണിക്കൂർ സമയമെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഒരുക്കിയത്. അതിനുശേഷം ഗവർണർ ഗസ്റ്റ് ഹൗസിലേക്ക് യാതൊരു തടസ്സവുമില്ലാതെ എത്തുന്നു. SFIയെ വീണ്ടും വെല്ലുവിളിക്കുന്നു. SFIക്കാർ താൻ കാറിൽ നിന്നും ഇറങ്ങി എത്തിയപ്പോൾ ഓടി രക്ഷപ്പെട്ടവരാണ് SFIക്കാർ എന്ന് പറയുന്നു. താൻ ഈ ക്യാമ്പസിനുള്ളിലേക്ക് വന്നപ്പോൾ തന്റെ നേരെ ഒരു SFIക്കാരും വന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനു മറുപടിയായി ഈ ഗവർണർക്കെതിരായ ബാനറുകൾ ഉയർത്തിയാണ് SFI അടുത്ത നടപടികൾ ചെയ്തത്. എന്നാൽ ആ ബാനർ നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി ഗവർണർ വീണ്ടും മുന്നോട്ട് വന്നു. ഗവർണർ ആദ്യ ഘട്ടത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും സർവകലാശാലയിൽ നിന്നും അനുകൂലമായ തീരുമാനമുണ്ടായില്ല. ഇതേ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ ശാസിച്ച് ആ ബാനർ ഊരിക്കുന്ന നിലയിലേക്ക് ഗവർണർ എത്തി. 3 ബാനറുകൾ ഗവർണർ നിർദ്ദേശപ്രകാരം പോലീസ് ഊരിയപ്പോൾ മറുവശത്ത് നിരവധി ബാനറുകളാണ് സർവകലാശാലയിൽ എമ്പാടുകളും ബാനർ നിരത്തിയാണ് SFI അതിന് മറുപടി നൽകിയത്. ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ക്യാമ്പസുകളിലും ബാനറുകൾ ഉയർത്തി ഇതിലൂടെ പ്രതിരോധിച്ചു. ഒപ്പം ഗവർണർ 1000 പോലീസുകാരുടെ സുരക്ഷയിൽ കീലേരി അച്ചുവിനെ പോലെയാണ് ഗവർണർ എന്ന പരിഹാസമാണ് SFIയുടെ ഭാഗത്തു നിന്നും വീണ്ടും ഉണ്ടായത്. അതിന് അദ്ദേഹം ഇന്ന് രാവിലെ വീണ്ടും മറുപടി നൽകിയിരിക്കുന്നു. ഒരു സുരക്ഷയും വേണ്ട, ജനങ്ങളുടെ സ്നേഹത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് തനിക്കിറങ്ങാൻ ഒരു പോലീസിന്റെയും സുരക്ഷ തനിക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത്. തികച്ചും അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതുമായ ഒരു നീക്കവുമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പോലീസ് സുരക്ഷ ആവശ്യമില്ലാതെ താൻ എങ്ങോട്ട് പോകുന്നുവെന്ന് മുൻകൂർ പ്രഖ്യാപിക്കാതെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മാത്രമാണ് താൻ മാനാഞ്ചിറയിലേക്കാണ് അല്ലെങ്കിൽ മിഠായി തെരുവിലേക്കാണ് പോകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ ആ പോകുന്ന യാത്രയിൽ വിദ്യാർത്ഥികളെ കയ്യിലെടുത്ത് ആശ്ലേഷിച്ച് അവരോട് സ്നേഹാന്വേഷണങ്ങൾ പങ്കിട്ട് അവർക്കൊപ്പം ഫോട്ടോ എടുത്താണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത്. അതിനുശേഷം വഴിയിൽ കാണുന്ന ആളുകളെയൊക്കെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. മിഠായി തെരുവിനുള്ളിലെത്തിയപ്പോൾ പോലീസ് ഒരു സുരക്ഷാ വലയം തീർത്തെങ്കിൽ പോലും ആ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ട് പലപ്പോഴും കടകളിൽ കയറി നാട്ടുകാരോട് കുശലം പറഞ്ഞു. കോഴിക്കോടിന്റെ മധുരമായ അലുവ തിന്ന് അദ്ദേഹം അലുവയുടെ മധുരം നുണഞ്ഞ് അദ്ദേഹത്തിന്റെ യാത്ര തുടർന്നു. അങ്ങനെ മിഠായി തെരുവ് ഇത് SFIക്കുള്ള മറുപടി മാത്രമല്ലല്ലോ, സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ള ഒരു മറുപടിയായി ഇതിനെ വ്യാഖ്യാനിക്കണോ? കാരണം മുഖ്യമന്ത്രി വലിയ പോലീസ് അകമ്പടിയിൽ നിരവധി വാഹനങ്ങളുടെയും അതോടൊപ്പം തന്നെ പോലീസുകാരുടെയും അകമ്പടിയിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അതോടൊപ്പം തനിക്ക് പോലീസ് സുരക്ഷ വേണ്ട എന്ന് പറയുന്ന ഏത് പ്രതിഷേധത്തെയും നേരിടാൻ, അത് കരിങ്കൊടി പ്രതിഷേധമല്ല, ഏത് പ്രതിഷേധത്തെ അക്രമ സ്വഭാവമുള്ള പ്രതിഷേധങ്ങളെ പോലും നേരിടാൻ മുന്നോട്ട് വന്ന ഈ ഗവർണർ സർക്കാരിന് ഒപ്പം അതോടൊപ്പം മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഒരു സന്ദേശം, ഒരു മറുപടി കൂടിയല്ലേ ഇത്? തീർച്ചയായും യാത്രയ്ക്കുള്ള മറുപടിയല്ല, തികച്ചും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് നൽകുന്ന മറുപടി തന്നെയാണ് ഇത്. കാരണം മുഖ്യമന്ത്രിയാണ് SFI പ്രവർത്തകരെ അല്ലെങ്കിൽ SFI ക്രിമിനലുകളെ തനിക്കെതിരെ പ്രതിഷേധിക്കാൻ ഇറക്കിയത് എന്നാണ് നിരന്തരം ഗവർണർ ആരോപിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള കണ്ണൂരിലെ ഇടത്തിൽ നിന്നുമാണ് പിണറായി വിജയൻ വരുന്നത്. ഇത്തരത്തിൽ നിരവധി കൊലപാതകങ്ങൾ നടന്ന ഇടമാണ് കണ്ണൂർ എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിനായി ഉപയോഗിക്കുന്ന കുട്ടിക്കുരകന്മാരാണ് SFI എന്ന നിലപാട് തന്നെയാണ് ഗവർണർ ആദ്യഘട്ടം മുതൽ സ്വീകരിക്കുന്നത്. മറുവശത്താണ് ഈ നവകേരള
ഈ സദസ്സിൽ പ്രത്യേകം തയ്യാറാക്കിയ KSRTC ബസ്സിൽ മന്ത്രിമാർ പോകുമ്പോൾ ആ ബസ്സിന് വലയം തീർത്ത് പോലീസുകാർ ആ വാഹനത്തിലേക്ക് കരിങ്കൊടി കാണിക്കാൻ എത്തുന്നവരെ ക്രൂരമായി മർദ്ദിച്ചകറ്റുന്ന പോലീസുകാരും പാർട്ടി പ്രവർത്തകരും ഇത്തരത്തിൽ പോലീസിന്റെ സുരക്ഷാ വലയമില്ലാതെ പുറത്തേക്ക് പോലും ഇറങ്ങാത്ത മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ തെരുവുകളിലൊന്നിൽ ഒരു സുരക്ഷയും ആവശ്യമില്ലാതെ പോലീസുകാർ വേണമെങ്കിൽ സുരക്ഷ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നൽകുന്ന സുരക്ഷാ വലയം ഭേദിച്ച് അലുവ തിന്നാനും തുണിക്കടയിൽ കയറി വിശേഷം ചോദിക്കാനും പോകുന്ന ഗവർണറെയാണ് നമ്മൾ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ ഒരു സന്ദേശവും മുഖ്യമന്ത്രിക്കുള്ള ഒരു ഗവർണറുടെ കയ്യിൽ നിന്നുള്ള പരിഹാസവുമാണ് നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത്. ഇതേപോലെ ഇറങ്ങി നടക്കൂ ജനങ്ങൾക്കിടയിലേക്ക്, താങ്കൾ ഇതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നടന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണട്ടെ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലുള്ള കൃത്യമായ സന്ദേശം തന്നെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആർഷോയ്ക്ക് മാത്രമല്ല മുഖ്യമന്ത്രിക്കും CPM-നും നൽകുന്ന കൃത്യമായ സന്ദേശം ജനങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ കയ്യും വീശി താൻ ഇറങ്ങിച്ചെന്നാൽ ജനങ്ങളിൽ നിന്നും കലവറയില്ലാത്ത സ്നേഹമാണ് തനിക്ക് ലഭിക്കുക. ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ SFI-യോടും CPM-നോടും മുഖ്യമന്ത്രിയോടും ചോദിക്കുന്നത്. വ്യക്തമാണ്. MS അനീഷ് കുമാർ തുടരുക. ഇപ്പോൾ S വിനേഷ് കുമാർ കൂടി ചേരുന്നുണ്ട് സർവകലാശാലയിൽ നിന്നും. വിനേഷ്, അല്പസമയം മുമ്പ് ഗവർണർ സർവകലാശാല ക്യാമ്പസിലേക്ക് എത്തിയിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് സർവകലാശാലയിൽ സെമിനാറിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. അതിന് മുന്നോടിയായി SFI വലിയ പ്രതിഷേധ കോട്ട തീർക്കുമെന്നൊക്കെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഈ പ്രതിഷേധത്തെ ഗവർണറും അതോടൊപ്പം പോലീസും നേരിടുക? സ്വാഭാവികമായും പോലീസിന്റെ സുരക്ഷ ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ പോലും പോലീസിനെ സംബന്ധിച്ച് ഗവർണറുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്, ഒരു വെല്ലുവിളി കൂടിയാണ്. എങ്ങനെയായിരിക്കും ഈ വരുന്ന മണിക്കൂറുകളിൽ ക്യാമ്പസിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വികാസങ്ങൾ എന്തൊക്കെയായിരിക്കും വിനേഷ്? ടോം, അതിന് ഗവർണർ അങ്ങനെ പറയാൻ കാരണം, അതായത് പോലീസിന്റെ ഒരു സേവനം ആവശ്യമില്ല, തനിക്ക് പുറത്തിറങ്ങാൻ പോലീസിന്റെ സുരക്ഷ ആവശ്യമില്ല, പോലീസിന് വേണമെങ്കിൽ എൻ്റെ പുറകെ വരാം എന്നുള്ള ലൈൻ തന്നെയായിരുന്നു ഗവർണറുടെ. പക്ഷേ അങ്ങനെ പറയാനൊരു സാഹചര്യം കൂടെ ഉണ്ട്. അത് മറ്റൊന്നല്ല, ഇന്നലെ 650 പോലീസുകാരാണ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അത് 2000 വർദ്ധിച്ചു. ഇന്നലെ മിനിയാന്നുമായി 650 പോലീസുകാരാണ് ഇവിടെ കാവൽ നിന്നത്. അതായത് 650 പോലീസുകാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഗവർണർ വീരവാദം മുഴക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത് പറയട്ടെ എന്നുള്ള രീതിയിൽ SFI വെല്ലുവിളിച്ചിരുന്നു. ആ SFI നേതാക്കളുടെ വെല്ലുവിളിയെ സ്വീകരിച്ചുകൊണ്ടാണ് തനിക്ക് പോലീസിന്റെ സുരക്ഷ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് പുറത്തേക്ക് പോകുന്നു, വാഹനങ്ങളിലായി പോകുന്നു. പോലീസ് പക്ഷേ അദ്ദേഹത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് പോലീസിന് അദ്ദേഹത്തെ പിന്തുടരാതിരിക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസും അദ്ദേഹത്തിനൊപ്പം പോകുന്നു. അദ്ദേഹം നഗരത്തിലിറങ്ങുന്നു. കാരണം പ്രത്യേകിച്ച് ഷെഡ്യൂൾ ചെയ്ത പരിപാടികളൊന്നും തന്നെ ഗവർണർക്കുള്ള പരിപാടി ഇന്ന് 3:30 നടക്കുന്ന ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഒരു സെമിനാർ മാത്രമാണ്. ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞൊരു പരിപാടി, അതായത് സംഘപരിവാർ സംഘടനയായ ഭാരതീയ വിചാര കേന്ദ്രമാണ് ഇത് സംഘടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു പരിപാടി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അതിനിടയിലാണ് രാവിലെയല്ല അല്പസമയം മുമ്പ് ഉച്ചയോടുകൂടി അദ്ദേഹം ഇവിടെ നിന്ന് SM സ്ട്രീറ്റിലേക്ക് പോകുന്നു. അവിടുന്ന് ഹലുവ മേടിക്കുന്നു, ആളുകളെ കാണുന്നു. ഇത് അവിടുത്തെ ആളുകളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിനപ്പുറത്തേക്ക് പോലീസിനുള്ളൊരു വെല്ലുവിളി കൂടിയാണ്. പോലീസിന് മാത്രമല്ല SFI-ക്കാരുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് തനിക്ക് പോലീസിന്റെ സുരക്ഷയില്ലാതെയും പോകാൻ കഴിയും എന്നുള്ള അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട്. ഇപ്പോൾ അനീഷ് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒരൊറ്റ കാര്യത്തിൽ വിയോജിപ്പുണ്ട്. അതായത് അനീഷ് പറയുന്നത് 2020 സിനിമയിലെ പോലെ 2020 ആയിട്ടല്ല നമുക്ക് തോന്നിയത്. അയ്യപ്പനും കോശിയും പോലുള്ള ഒരു ഷോ ആണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ആ ഒരു റോൾ. ആദ്യം മുഖ്യമന്ത്രി ഗോളടിക്കുന്നു, അതിന് പിന്നാലെ മറുപടി വരുന്നു, അങ്ങനെ തുടർച്ചയായി ആരും ജയിക്കുന്നുമില്ല, ആരും തോൽക്കുന്നുമില്ല എന്നുള്ള രീതിയിലേക്കാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗവർണറുടെ നീക്കങ്ങൾ വളരെ ചടുലമായിരുന്നു. ഓരോ നീക്കങ്ങളും അങ്ങനെ ആരും തോക്കുന്നില്ല, ജയിക്കുന്നില്ലെന്ന് പറയുമ്പോൾ പോലും ഗവർണർ ഇപ്പോൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ, അതായത് കോഴിക്കോട് മിഠായി തെരുവിലെ
ജനങ്ങളെ സന്ദർശിച്ച ശേഷം അവരുടെ പ്രതികരണങ്ങൾ പുറത്തു വന്നതാണ്. അവരൊക്കെ ഇതേപോലുള്ള ഒരു ഭരണാധികാരിയാണ് ആഗ്രഹിക്കുന്നതെന്നാണ് സ്വാഭാവികമായും സാധാരണക്കാരായ ജനങ്ങളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വിധത്തിലുള്ള സുരക്ഷയും വേണ്ട എന്ന് തുറന്നു പറയുന്ന, അങ്ങനെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു കരിങ്കൊടി കാണിക്കുമ്പോൾ അതിനെ ഭയന്ന് വിറച്ച് അതിനെ അതായത് ഈ പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കുന്ന സംഭവങ്ങളൊക്കെ കേരളത്തിൽ ഉടനീളം കണ്ടതാണ്. പക്ഷേ അദ്ദേഹം ആ പ്രതിഷേധത്തെയൊക്കെ, ഈ ഗവർണർ ആ പ്രതിഷേധത്തെയൊക്കെ ഒരു ജനാധിപത്യ സ്വഭാവമുള്ള പ്രതിഷേധമായി തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാരണവശാലും അതായത് പ്രതിഷേധക്കാരുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ട്, പക്ഷേ അത് ഭയന്ന് ഒരിക്കൽ പോലും അതിൽ നിന്നും പിന്നോട്ട് പോകാൻ ഗവർണർ തയ്യാറാകുന്നില്ലല്ലോ. തീർച്ചയായും അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ട് പോവില്ല. നമുക്കറിയാം, അദ്ദേഹം കേരളത്തിലെത്തിയത് മുതലുള്ള ഓരോ വിവാദങ്ങളും നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഇടപെടൽ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകളാണ്, രാഷ്ട്രീയപരമായ നീക്കങ്ങൾ തന്നെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയപരമായ മറുപടികളാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസങ്ങളിലും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്ന മറുപടികളും രാഷ്ട്രീയപരമാണ്. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത്രയും നീക്കങ്ങളൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ്. കാരണം ഇവിടെ മിനിയാന്ന് ഇവിടെ എത്തിയതിന് ശേഷം ഇന്നലെയും ഒക്കെയായി നമുക്കറിയാം, ഇന്നലെയൊന്നും കാര്യമായ പരിപാടികളില്ല. ഇന്നലെ സ്വകാര്യ ചടങ്ങ് മാത്രമാണുള്ളത്. പക്ഷേ ആ സ്വകാര്യ അതിനിടയിലും ഈ ഇവിടെയുള്ള ഈ ബാനറുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. പരമാവധി പരസ്പരം പ്രവോക്ക് ചെയ്യുക, പരസ്പരം പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടു കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് മറ്റൊരു കാര്യം കൂടി, ഈ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് കടന്നു പോകുന്ന വഴിയിൽ പ്രതിഷേധിക്കുന്നവരെയും കരിങ്കൊടി കാണിക്കുന്നവരെയും അതിക്രൂരമായി പോലീസ് നേരിടുന്ന ഒരു സമീപനം നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ചിത്രം മാറി. കാരണം പോലീസ് അവരുടെ ത്തോടുകൂടി പെരുമാറുന്നു. അതായത് പോലീസിനെ ഇന്നലെ ആർഷോ അറിയാവുന്ന കക്കൂസ് കഴുകാൻ പോകുന്നവന് കക്കൂസ് കഴുകിയാൽ മതി, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിഭീകരമായ, അല്ലെങ്കിൽ പോലീസിന് വളരെ മോശമായ ഭാഷയിലാണ് യഥാർത്ഥത്തിൽ ഇന്നലെ SFI പ്രവർത്തകർ സംസാരിച്ച്. SP ഉൾപ്പെടെയുള്ളവരുള്ളവരാണ് ഇതിൻ്റെ അവർ കീറിയ ഈ മാറ്റിയ ബാനറിൻ്റെ കഷ്ണം എടുത്ത് പോലീസിനെ എറിയുന്നു. ഇങ്ങനെ പരമാവധി പ്രകോപനം ഉണ്ടാക്കിയിട്ടും നമ്മളെ പോലീസിൻ്റെ ഭാഗത്തൊന്നുമില്ല. അതേസമയമാണ് ഒരു കരിങ്കൊടി കാണിക്കുകയും അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാറി നിന്നുകൊണ്ട് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അതിക്രൂരമായി തല്ലിച്ചയക്കുന്നു. മറ്റൊന്നുകൂടി, ഇങ്ങനെ ഗവർണറെ കാണുന്ന ഇടത്ത് വെച്ച് ഗവർണറെ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യം ഇതിലേക്ക്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് രാഷ്ട്രീയപരമായ നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾക്കും അതുപോലെ തന്നെ ഇടപെടേണ്ടി വരും. തങ്ങൾക്കും ABVPയും യുവമോർച്ച പോലുള്ള സംഘടനകളുണ്ട് എന്നുള്ള ഒരു സൂചന, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇന്നലെ സുരേന്ദ്രൻ നൽകിയതാണ്. ഇനിയും ഇതിങ്ങനെ തുടരുന്ന പക്ഷം അത്തരത്തിലുള്ള ഒരു ABVP പോലുള്ള സംഘടനകളെ ഇറക്കുകയും ഇത് വലിയൊരു ക്രമസമാധാന പ്രശ്നം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരാണ് വലുത്, ആരാണ് ചെറുത് എന്നുള്ളത് അറിയുക, അല്ലെങ്കിൽ അതിന് പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എന്തായാലും കാണാൻ കഴിയുന്നത്. ABVP കൂടി കളത്തിലിറങ്ങുകയാണെങ്കിൽ അതൊരു തെരുവ് യുദ്ധത്തിലേക്ക് പോകും. അതൊരിക്കലും കേരളത്തിന് ഒരു നല്ല സന്ദേശമായിരിക്കില്ല. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പോലും കൂടുതൽ കലുഷിതമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എന്തായാലും ഗവർണർ ഈ 4 മണിക്ക് അവിടെ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ എങ്ങനെയുള്ള ഒരു പ്രതിഷേധത്തെ കുറിച്ചാണ് SFI ആലോചിക്കുന്നത്? അങ്ങനെ SFI പ്രതിഷേധവുമായി രംഗത്തെത്തിയാൽ പോലീസ് സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്നോ, അല്ലെങ്കിൽ നേരത്തെ വിനേഷ് സൂചിപ്പിച്ചതുപോലെ ABVP ഉൾപ്പെടെയുള്ള BJP വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നോ ഈ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ പോയാൽ അതിൽ കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് 3:30-നാണ്, 4 മണിക്കല്ല 3:30-നാണ് പരിപാടി. അത് കഴിഞ്ഞ് ഈ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഈ സെമിനാർ നടക്കുന്നത് 3:30-നാണ്. കൃത്യം 3:30 തന്നെ തുടങ്ങും എന്ന് തന്നെയാണ് അറിയുക. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം ഗവർണർക്ക് തിരിച്ചു പോകേണ്ട 6 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ഉള്ളത്. അതിന് കരിപ്പൂരിൽ എത്തേണ്ടതുണ്ട്. 1 മണിക്കൂർ മുമ്പെങ്കിലും കരിപ്പൂരിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരിപാടി കഴിഞ്ഞാൽ മാക്സിമം ഇവിടെ നിന്ന് ആ സമയം തന്നെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വന്നതിന് ശേഷം അദ്ദേഹം ഉടൻ തന്നെ മടങ്ങും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ഗവർണർ ഇതിൽ നിന്ന് ഒരു പിന്മാറ്റവുമില്ല. അദ്ദേഹത്തിൻ്റെ പരിപാടികളെല്ലാം ഉദ്ദേശിച്ച പോലെ, ഷെഡ്യൂൾ ചെയ്ത പോലെ തന്നെ നടക്കുന്നത്. ഈ ഷെഡ്യൂളിൽ വരാത്ത പരിപാടികളാണ് ഇത്തരത്തിൽ കോഴിക്കോട്ട് നഗരത്തിലേക്ക് പോകുന്നതും അവിടെ മിഠായി തെരുവിലും മേലയപ്പാളത്തൂടെയൊക്കെ നടക്കുന്നതൊക്കെയായ കാര്യങ്ങൾ അതാണ്. എന്തായാലും
അതുപോലെ തന്നെ ടോം സൂചിപ്പിച്ച പോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ABVP അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞ പോലെ ജീവൻ രക്ഷാവേഷം ഇട്ടുകൊണ്ട് രംഗത്തിറങ്ങുകയാണെങ്കിൽ വലിയൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് ഇത് പോകും. തെരുവ് യുദ്ധങ്ങളായിരിക്കും. പോലീസിന്റെ കയ്യിൽ പോലും കാര്യങ്ങൾ നിൽക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഇനിയും ഈ ഗവർണറെ ഈ രീതിയിൽ ദ്രോഹിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് അദ്ദേഹത്തിനെ വേട്ടയാടുകയാണെങ്കിൽ അതിന് ഞങ്ങളുടെ സംഘടന, ഞങ്ങൾക്കും ജീവൻ രക്ഷാ സമിതികളുണ്ട്, ഞങ്ങൾ അതേപോലെ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പരിഹാസ രൂപേണയാണെങ്കിൽ പോലും വിനേഷ് കുമാർ അനീഷ് കുമാറുമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 3:30 കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാറിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്നത്. എങ്ങനെയായിരിക്കും പ്രതിഷേധം ഉണ്ടാവുക, അതിനെ എങ്ങനെയായിരിക്കും ഗവർണറും അതോടൊപ്പം പോലീസും നേരിടുക എന്നതും കാത്തിരുന്ന് കാണാം. സ്പോട്ടിലെ നരഭോജി കടുവയെ പിടികൂടിയിട്ടുണ്ട്. കുടലൂരിൽ ക്ഷീരകർഷകൻ പ്രജീഷിനെ കടിച്ചു കൊന്ന കടുവയാണ് പിടികൂടിയത്. പ്രതീക്ഷ മരിച്ച് 10ാം ദിവസമാണ് കടുവയെ കൂട്ടിൽ ആക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം ഇപ്പോൾ കടുവയെ കൊല്ലണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിൻസ് ചേരുന്നു വയനാട്ടിൽ നിന്ന്. ജിൻസ്, എപ്പോഴാണ് ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞത്? ഇപ്പോൾ അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം ഉയരുന്നുണ്ടോ? കാരണം കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം നേരത്തെ മുതൽ തന്നെ നാട്ടുകാർ ഉയർത്തുന്നതാണ്. എന്താണ് വനംവകുപ്പിന്റെ ഈ വിഷയത്തിലെ തീരുമാനം? അല്പസമയം മുൻപാണ് ഈ കടുവ പ്രതീഷിനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് നിന്നും ഏകദേശം 200 മീറ്റർ അകലെയുള്ള വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിൽ ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ കടുവയെ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. വലിയ പ്രതിഷേധമാണ് നിലവിൽ ഈ സ്ഥലത്ത് വരുന്നത്. ഈ പ്രദേശത്തെ ആളുകളെല്ലാം തന്നെ, മുഴുവൻ ആളുകളും ഈ സമീപ തോട്ടത്തിലേക്ക്, ഈ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവര് എത്രയും പെട്ടെന്ന് ഇതിനെ വെടിവെച്ച് കൊല്ലാതെ ഇതിനെ വിടില്ല എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് വലിയ പ്രതിഷേധം നിലനിൽക്കുകയാണ്. എന്തായാലും ഈ 10ാം ദിവസമാണ് ഈ കടുവ നിലവിൽ ഈ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിൽ കുടുങ്ങുന്നത്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വാഗിയിൽ സന്തോഷിന്റെ പശുവിനെ ആക്രമിച്ചു. ഇന്നലെയും ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇതെല്ലാം വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. വനംവകുപ്പ് അതിഊർജിതമായ നടപടികൾ സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോൾ നിലവിൽ ഈ കടുവയെ ബത്തേരിയിലുള്ള ഈ കടുവ പരിചരണ കേന്ദ്രത്തിലേക്കാണ് മാറ്റുക. പക്ഷേ നിലവിൽ ഇവിടെ ഈ കടുവയെ കൊണ്ടുപോകാൻ തടഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നാട്ടുകാർ മുഴുവനും ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഈ ജനങ്ങളെ പ്രതിഷേധത്തെ സമീപിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇതിനെ ബത്തേരിയിലുള്ള കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റും എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ പ്രജീഷിനെ കൊലപ്പെടുത്തിയിട്ടുള്ള ഈ ഭാഗത്ത് ആദ്യം സ്ഥാപിച്ച ഈ കൂട്ടിലാണ് ഈ കടുവ കുടുങ്ങുന്നത്. അതിനുശേഷം തന്നെ ഉടൻ തന്നെ ഇതിനെ മാറ്റാനുള്ള ശ്രമങ്ങളായിരുന്നു വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ഇത് തടയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിലവിൽ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഈ കൂട് വെച്ചിട്ടുള്ള ഈ കടുവ കുടുങ്ങിയിട്ടുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ആളുകൾ കിടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ജിൻസ്, ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. സാധാരണ നരഭോജി കടുവയെ കൊല്ലാൻ കഴിയുന്നതാണ്, അത്തരം നിയമമുള്ളതാണ്. പക്ഷേ ഒരു കടുവയെ മാത്രം ഒരു മനുഷ്യനെ മാത്രം കൊലപ്പെടുത്തിയ ഒരു കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അതിന് ചില നിയമ തടസ്സങ്ങളുണ്ട് എന്നാണ് വനംവകുപ്പ് വിശദീകരിക്കുന്നത്. ഇപ്പോൾ എന്താണ് നാട്ടുകാരുടെ നിലപാട്? ഈ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് മുന്നിൽ വനംവകുപ്പ് വഴങ്ങാനുള്ള സാധ്യതയുണ്ടോ, അതോ അവരെ അനുനയിപ്പിച്ചുകൊണ്ട് കടുവയെ കൊണ്ടുപോകാനായിരിക്കുമോ നീക്കം?
തീർച്ചയായും ഇവരെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ കടുവയെ ഇവിടെ നിന്നും ബത്തേരിയിലെ കുപ്പാടിയിലുള്ള കടുവാ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നടപടിയിലേക്കാണ് വനം വകുപ്പും അതുപോലെ തന്നെ പോലീസും ഉള്ളത്. എന്നാൽ ഒരു കാരണവശാലും ഈ കടുവയെ ജീവനോടെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. ഈ പ്രദേശത്ത് നിന്ന് മുഴുവൻ ജനങ്ങളും ഈ കടുവ കുടുങ്ങിയിട്ടുള്ള ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആളുകൾ കടുത്ത ഭീതിയിലാണ്. വനംവകുപ്പിനെതിരെയും പോലീസിനെതിരെയും വലിയ രൂക്ഷമായ ഒരു ഭാഷയിലാണ് ഇപ്പോൾ മുദ്രാവാക്യങ്ങളുമായി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. എന്തായാലും ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതേസമയം ഈ കടുവയെ എത്രയും പെട്ടെന്ന് ഇതിനെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് അല്പസമയത്തിനകം ഈ ജനങ്ങളെ അനുനയിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകാനുള്ള ഒരു നടപടിയിലേക്കാണ്. ജിൻസ് ആണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെ നരഭോജി കടുവയെ പിടികൂടിയത് നാട്ടുകാരെ സംബന്ധിച്ചും കർഷകരെ സംബന്ധിച്ചും ആശ്വാസകരമായ കാര്യമാണ്. വാഗേരി സ്വദേശി പ്രജീഷിനെ കടിച്ചുകൊന്ന് 10ാം ദിവസമാണ് ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു.